ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൻഹൈമർ ഇനി റിലീസ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നോളൻ ആദ്യമായി എഴുതി സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം എന്നൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. ഈ ചിത്രം കാണുന്നതിന് മുമ്പ് ഇത് സംസാരിക്കാൻ പോകുന്ന വിഷയം, അതായത് ഓപ്പൻഹൈമർ അദ്ദേഹം ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ഇവർ ഈ പറയുന്ന മാൻഹാട്ടൻ പ്രോജക്ട് എന്താണെന്നും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോട്ട് ഫോർ ദി സേക്ക് ഓഫ് ദിസ് മൂവി, ഓക്കെ, ജസ്റ്റ് ജനറൽ ആയിട്ട്. സോ ദിസ് സിനിമ സ്ട്രെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ജൂലിയസ് റോബർട്ട് ഓപ്പൻഹൈമർ, ദി ഫാദർ ഓഫ് അറ്റോമിക് ബോംബ്. 1904 ഏപ്രിൽ 22 ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മുടെ ഓപ്പൺഹൈമർ ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ജൂലിയസ് ഒരു ജൂവിഷ് ഇമിഗ്രന്റ് ആണ്. തന്റെ 17 വയസ്സിൽ ജർമ്മനി വിട്ട് അമേരിക്കയിലേക്ക് ഇമിഗ്രന്റ് ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹം വന്ന് കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. അത് വമ്പൻ വിജയമാവുന്നു. ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ വമ്പൻ ടെക്സ്റ്റൈൽ ഇമ്പോർട്ടിംഗ് കമ്പനി അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. 1903 ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിയുന്നു ബെല്ല എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട്. അവരും ഒരു ജർമ്മൻ ജൂയിഷ് ഇമിഗ്രന്റ് തന്നെയാണ്, പക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ് താമസം. 1904 ഓപ്പൺഹൈമർ ജനിക്കുന്നു. ജനിച്ച് വീഴുമ്പോൾ തന്നെ ഒരു കോടീശ്വരന്റെ കുടുംബത്തിലേക്കാണ് നമ്മുടെ ഓപ്പൺഹൈമർ ജനിച്ച് വീഴുന്നത്. ഇദ്ദേഹം ജനിച്ചൊരു 8 വർഷത്തിന് ശേഷം, അതായത് 1912 ഇദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള ഫ്രാങ്ക് ജനിക്കുന്നത്. കാശിന് അല്ലില്ലാത്തൊരു കുടുംബം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പൺഹൈമറിന്റെ അച്ഛൻ അദ്ദേഹത്തിനെ വലിയൊരു സ്കൂളിൽ തന്നെ ചേർക്കുന്നുണ്ട്, സിറ്റിയിൽ തന്നെ. ചെറുപ്പം തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നമ്മുടെ ഓപ്പൺഹൈമർ. പുള്ളി ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, മടുപ്പയില്ലാതെ. ഈ പഠിത്തം പോയി തന്നെ പുള്ളിക്ക് അധികം സുഹൃത്തുക്കളൊന്നും സ്കൂളിൽ ഉണ്ടാവുന്നില്ല. ഇൻഫാക്ട് ഇദ്ദേഹത്തിന്റെ ടീച്ചറോട് തന്നെ ഇദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഐ എം ദ ലോൺലിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നൊക്കെ. സോ ഇങ്ങനെ ഒട്ടും സോഷ്യൽ അല്ലാത്ത ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഗീക്ക് മെറ്റീരിയൽ ആയിരുന്നു നമ്മുടെ ഓപ്പൺഹൈമർ ചെറുപ്പത്തിൽ. ഇങ്ങനെ സ്കൂളിലെ അക്കാഡമിക്സ് എല്ലാം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വെക്കേഷന് ഇദ്ദേഹത്തിന് മുത്തശ്ശന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയ സമയത്ത് മുത്തശ്ശനാണ് അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് റെയർ ആയിട്ടുള്ള കല്ലുകളും മിനറൽസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഓപ്പൺഹൈമറിനെ വല്ലാണ്ട് ഫാസിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മിനറൽസ് എന്താണെന്നും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. സോ ഇവർ ബേസിക്കലി അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്, പക്ഷേ ഇവരുടെ മുത്തശ്ശനും അവരുടെ പഴയ ഫാമിലി എല്ലാവരും ഉള്ളത് ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മനിയിൽ പോയി വരണം. അപ്പോൾ ഇദ്ദേഹം ചെറുപ്പത്തിൽ പലവട്ടം ജർമ്മനിയിൽ പോയി അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാം കണ്ടുവരാറുണ്ട്. ഇദ്ദേഹത്തിന്റെ മിനറൽസിലുള്ള താല്പര്യം കാരണം തന്നെ 12 വയസ്സിൽ ഇദ്ദേഹം ന്യൂയോർക്കിലെ മിനറോളജിക്കൽ ക്ലബ്ബിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു മെമ്പറായിട്ട്. ഓർക്കണം, 12 വയസ്സിൽ. ഞാനൊക്കെ 12 വയസ്സിൽ എന്ത് പണ്ടാര ചെയ്തത് എനിക്ക് ഇപ്പോഴും ബോധമില്ല. അങ്ങനെ ഇദ്ദേഹം സ്കൂളും കംപ്ലീറ്റ് ചെയ്യുന്നു, വയസ്സ് 18. ഇപ്പോൾ കോളേജിൽ ചേർന്നല്ലോ. അപ്പോൾ കോളേജായിട്ട് ഇദ്ദേഹം സെലക്ട് ചെയ്തത് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയാണ്. ന്യൂയോർക്കിൽ നിന്ന് കുറച്ച് ദൂരത്തുള്ള ഹാർവർഡ് യൂണിവേഴ്സിറ്റിയാണ് ഇദ്ദേഹം ചൂസ് ചെയ്യുന്നത്. അവിടെ ചെന്ന് അദ്ദേഹം ആദ്യം എടുത്തത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി അങ്ങ് പഠിക്കുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് അങ്ങ് സൂഹിക്കുന്നില്ല. അങ്ങനെ പുള്ളി ഒട്ടും വഹിച്ചില്ല, നേരെ ഫിസിക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെ കെമിസ്ട്രി അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാതെ ഫിസിക്സിലോട്ട് അദ്ദേഹം വരികയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇദ്ദേഹം പഠിക്കുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പഠിക്കുക എന്ന് പറയുന്ന കാര്യം ചുമ്മാ പേരിന് പഠിച്ചു വിടുവല്ല. നമ്മളെല്ലാവരും അപ്പം പഠിച്ച് അപ്പം തന്നെ മറന്നു കളയുന്ന ആ ഒരു കൈൻഡ് ഓഫ് സാധനമല്ല പുള്ളി. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ അങ്ങ് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കും. അന്ന് 18 വയസ്സിൽ പഠിച്ച ഈ ഒരു കാര്യം ഇദ്ദേഹത്തിന് പിന്നീട് ഈ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് ലാബിൽ അദ്ദേഹം ഉപയോഗിച്ചു. എനിവേ ഈ ഒരു ഹാർവർഡ് യൂണിവേഴ്സിറ്റി വന്ന് കെമിസ്ട്രി ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞ് ഫിസിക്സിലോട്ട് മാറി. ഇദ്ദേഹം നേരെ ചെന്ന് ജോയിൻ ചെയ്യുന്നത് ഭയങ്കര പ്രശസ്തനായ ഒരു പ്രൊഫസറിന്റെ കീഴിലാണ്, നൊബേൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള പേഴ്സി ബ്രിഡ്ജ്മാൻ. ഇദ്ദേഹത്തിന്റെ കീഴിൽ വന്ന സമയത്താണ് ഇദ്ദേഹം എക്സ്പെരിമെന്റൽ ഫിസിക്സ് എന്താണെന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നത്. അങ്ങനെ അക്കാഡമിക്സും പോകുന്നു. 4 കൊല്ലത്തിൽ പഠിച്ചെടുക്കേണ്ട ഡിഗ്രി പുള്ളി 3 കൊല്ലത്തിൽ എഴുതിയെടുത്തു. അദ്ദേഹത്തിന്റെ 21 വയസ്സിൽ, അതായത് 1925 അദ്ദേഹം ഫിസിക്സിൽ ഗ്രാജുവേറ്റ് ആവുന്നു. അദ്ദേഹം ഒരുപാട് പേപ്പേഴ്സ് വയ്ക്കുന്നു, എക്സ്പെരിമെന്റൽ ഫിസിക്സ് കണ്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെ അദ്ദേഹം മുക്കൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇംഗ്ലണ്ടിലുള്ള കാവൻഡിഷ് ലബോറട്ടറി ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ആരുടെ ഡയറക്ടർ അണ്ടറിലായിരുന്നു? ഏണസ്റ്റ് റൂദർഫോർഡിന്റെ. ഓഫ് കോഴ്സ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന പല പേരുകളും നിങ്ങൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ സയൻസ് ബുക്കിൽ. ഇദ്ദേഹം ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലെങ്കിൽ റദർഫോർഡ്, ഇദ്ദേഹം നൊബേൽ പ്രൈസ് വിന്നറാണ് ഫോർ സ്പ്ലിറ്റിംഗ് ദ ആറ്റം. അങ്ങനെ കാവൻഡിഷിൽ ജോയിൻ ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഒരു ടീം അസൈൻ ചെയ്യാണ്. ആ ഒരു ടീം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെ തോംസൺ ആണ്. 1897 ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ഈ കാവൻഡിഷ് ലബോറട്ടറി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ന്യൂക്ലിയർ ഫിസിക്സ് ലബോറട്ടറി ആണത്. ഇവിടെ വന്ന് കുറച്ചാൾ നിന്ന ശേഷമാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് എക്സ്പെരിമെന്റൽ ഫിസിക്സ് അദ്ദേഹത്തിന് അത്ര ശരിയാവില്ല എന്ന്. അങ്ങനെ ഇദ്ദേഹം എക്സ്പെരിമെന്റൽ ഫിസിക്സ് ഉപേക്ഷിച്ച് നേരെ തിയറിറ്റിക്കൽ ഫിസിക്സിലോട്ട് മാറാണ്. ആ ഒരു എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ നിന്ന് അദ്ദേഹം തിയറിറ്റിക്കൽ ഫിസിക്സിലോട്ട് മാറിയല്ലോ, അത് പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ആയിരുന്നില്ല. എക്സ്പെരിമെന്റിലോട്ട് ഇഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്ന ശേഷം അവിടുത്തെ വർക്ക് ലോഡും അതിനോടൊന്നും കീപ്പപ്പ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പല പ്രോജക്ട്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പ്രഷർ വരുന്നു. സോ ഓൾമോസ്റ്റ് ഒരു മെന്റൽ ബ്രേക്ക് ഡൗണിലേക്ക് അദ്ദേഹം പോവാണ്. തുടർന്ന് ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്നു. ഒരു കംപ്ലീറ്റ് ചെയിൻ സ്മോക്കർ ആയിട്ട് അദ്ദേഹം മാറുന്നു. അതിന്റെ ഹെൽത്ത് ഒന്നും നോക്കാതെ ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷൻ സ്റ്റേജിലോട്ട് അദ്ദേഹം പോവാണ്. അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ എല്ലാം കൺസൾട്ട് ചെയ്ത ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന് സ്കിസോഫ്രീനിയ ഉണ്ടെന്ന്. ബട്ട് ഈ ഒരു കാര്യം നമ്മുടെ ഓപ്പൺഹൈമർ വിശ്വസിക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹി ജസ്റ്റ് ഫുൾ ഓഫ് ഹിംസെൽഫ്. ആ ഒരു സമയം വരുന്നത്. അങ്ങനെ ഓപ്പൺഹൈമർ തിയറിറ്റിക്കലിലേക്ക് മാറുന്നു. ആരുടെ കീഴിൽ? R.H. ഫൗളറിന്റെ കീഴിൽ.
ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനും നീൽസ് ബോറും മാത്സ് പ്ലാങ്ക് ഒക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഓപ്പൻഹൈമർ ഈ ഒരു തിയററ്റിക്കൽ ഫിസിക്സിലോട്ട് കടന്നു വരുന്നത്. ഇതിന് അവിടെ വെച്ച് അദ്ദേഹം ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിട്ടുള്ള മാത്സ് ബോൺ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ ഓപ്പൻഹൈമറിന് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. എന്റെ കൂടെ റിസർച്ച് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുള്ള ജർമ്മനിയിൽ ഗോട്ടിങ്ങനിലേക്ക് നീ വാ എന്ന രീതിയിൽ ഇദ്ദേഹം ഇവന്, അതായത് ഓപ്പൻഹൈമറിന് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. ഇത് കിട്ടിയ പാടെ അദ്ദേഹം ഒന്നും നോക്കിയില്ല, എക്സ്പെരിമെന്റ് എല്ലാം മാറ്റി വെച്ച് നേരെ ഈ ഒരു തിയററ്റിക്കലിലോട്ട് ഇറങ്ങാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ ഒട്ടും വൈകിച്ചില്ല, നെക്സ്റ്റ് ഇയർ തന്നെ പേപ്പർ സബ്മിറ്റ് ചെയ്ത് അദ്ദേഹം PhD കംപ്ലീറ്റ് ചെയ്യുന്നു. ഓർക്കണം, ആകെ 22-23 വയസ്സിന്റെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോട്ടിങ്ങിൽ നിന്നും അദ്ദേഹം PhD കംപ്ലീറ്റ് ചെയ്യാണ് ക്വാണ്ടം ഫിസിക്സിൽ. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സർക്കിൾ വലുതാവുന്നത്. ഒരുപാട് പേര് അദ്ദേഹം പരിചയപ്പെടുന്നതും കണക്ഷൻസ് കൂടുന്നതും ഇവിടെ വെച്ചിട്ടാണ്. മാത്സ് ബോൺ ആ സമയത്ത് അങ്ങ് പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ബോണിനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇവർ കണ്ടക്ട് ചെയ്ത് റിസർച്ച് എല്ലാം മറ്റുള്ളവർ കണ്ട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അപ്രീസിയേഷനൊക്കെ നമ്മുടെ ഓപ്പൻഹൈമറിന് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെയാണ് മാത്സ് ബോണും ഓപ്പൻഹൈമറും ചേർന്നൊരു റിസർച്ച് ചെയ്യുന്നത്, ക്വാണ്ടം തിയറി ഓഫ് മോളിക്യൂൾസ്. ഈ റിസർച്ച് അവസാനിച്ചത് ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ തിയറിയിലാണ്. ഇന്ന് പോലും ക്വാണ്ടം ഫിസിക്സിൽ ഈ ഒരു ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ വലിയൊരു ഘടകമായിട്ട് മാറുന്നുണ്ട്. ഇതിന് വീണ്ടും അദ്ദേഹത്തിന്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഗോട്ടിങ്ങനിൽ. അതിനിടയിലാണ് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും ഇദ്ദേഹത്തിന് ഫെലോഷിപ്പ് ഇൻവിറ്റേഷൻ വരുന്നത്. തുടർന്ന് ഓപ്പൻഹൈമറും അമേരിക്ക താൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ എന്നൊക്കെ ഓർത്തിട്ട് നേരെ അവിടെ പോയി ജോയിൻ ചെയ്യുന്നു പാർട്ട് ടൈം ആയിട്ട്. ദെൻ മാത്സ് ബോണിന്റെ കീഴിൽ നിന്നും ഇദ്ദേഹം നേരെ ചെല്ലുന്നത് എറൻഫേഴ്സിന്റെ കീഴിലാണ്. പോൾ എറൻഫേഴ്സ്റ്റ് കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹം തിയററ്റിക്കൽ ഫിസിക്സിലൊക്കെ പുലിയാണ്. കൂടെ തന്നെ ഹാൻസ് ക്രൈമേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരുടെ കൂടെയും ഓപ്പൻഹൈമർ കുറച്ച് നാൾ കഴിയുന്നു. ഇതിനുശേഷം ഇവിടുന്ന് എങ്ങോട്ട് പോകും എന്നൊരു ചിന്ത വന്നപ്പോൾ ഓപ്പൻഹൈമറിന്റെ മൈൻഡിൽ ആദ്യം വന്നത് നീൽസ് ബോർ ആണ്. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ പോൾ എറൻഫേഴ്സ്റ്റ് ഒരു സജഷൻ എന്ന രീതിയിൽ പറഞ്ഞ്, നീ അങ്ങോട്ട് പോകുന്നതിനേക്കാളും നല്ലത് സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിലുള്ള വോൾഫാങ് പൗളിയുടെ അടുത്ത് പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. നീൽസ് ബോറിനേക്കാളും മാത്തമെറ്റിക്കൽ ഫിസിക്സിൽ പുലി ഈ പറയുന്ന പൗളി ആയിരിക്കും. അതുകൊണ്ടാണ് എറൻഫേഴ്സ്റ്റ് അദ്ദേഹത്തിന് ഓപ്പൻഹൈമറിന് സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഓപ്പൻഹൈമറും സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുന്നു. പൗളിയും മീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. മാത്തമെറ്റിക്കൽ ഫിസിക്സിന്റെ ഒക്കെ ഒരു കിങ് ആണ് ഇങ്ങനെ. സോ ഭയങ്കര ജീനിയസ് ആയിരുന്നു. ഇതിന്റെ കീഴിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓപ്പൻഹൈമർ പഠിച്ചെടുക്കുന്നു. ഇതിന് അവിടെയും കുറച്ച് നാൾ നിന്ന ശേഷം ഇദ്ദേഹത്തിന് ഒരുപാട് ഇൻവിറ്റേഷൻ വരികയാണ്. അങ്ങനെ അതിൽ 2 ചൂസ് ചെയ്യുന്നുണ്ട്. കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ലിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും കാൽടെക്, അതായത് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും ജോയിന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഏതാണ്ട് 25 വയസ്സിൽ ഇദ്ദേഹം 2 അവിടെ പ്രൊഫസറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. സോ ഇദ്ദേഹം ജോയിൻ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ലി എന്ന് പറയുന്നത് അന്ന് ഈ ഒരു തിയററ്റിക്കൽ ഫിസിക്സിൽ വലിയ സ്ട്രോങ് ആയിരുന്നില്ല. ഓപ്പൻഹൈമർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് തിയററ്റിക്കൽ ഫിസിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇന്ന് നിലവിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച തിയററ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നും, അതേപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും മികച്ച തിയററ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ലിയാണ്. ഇന്ന് ഇങ്ങനെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു ലെവലിൽ എത്താനുള്ള പ്രധാന കാരണം റോബർട്ട് ഓപ്പൻഹൈമർ ആയിരുന്നു. കാര്യം ഇദ്ദേഹം പ്രൊഫസറായി, പക്ഷേ ചെറുപ്പം തൊട്ടേ ആന്റി സോഷ്യലായിട്ട് വന്ന ഇദ്ദേഹത്തിന് സോഷ്യലൈസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ഈവൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനോട് പോലും. കാര്യം അങ്ങനെ എടുക്കുന്ന ടോപ്പിക് നല്ല വെട്ടുപ്പായിട്ട് എടുക്കും, പക്ഷെ അത് മറ്റു കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. പറഞ്ഞു കൊടുക്കുമ്പോൾ ആണെങ്കിലും ഭയങ്കര സ്പീഡിൽ പറയും, മുറുമുറുത്തൊക്കെ പറയും, ചറ വറാന്ന് ബോർഡിൽ എഴുതി ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ബട്ട് ഗ്രാജുവലി പിള്ളേരുടെ അടുത്ത് സംസാരിച്ച് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓപ്പൻഹൈമർ ശ്രമിക്കുന്നുണ്ട്. അതിൽ വിജയിക്കുന്നു. പിള്ളേരോട് കളിച്ചിരിച്ച് സംസാരിക്കും, ഫുഡ് കഴിക്കാൻ ഒരുമിച്ച് പോകും. പുള്ളിയുടെ സ്റ്റുഡൻസുമായിട്ട് ഭയങ്കര രീതിയിൽ കണക്ട് ചെയ്തു. സോ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ പുതിയൊരു പ്രൊഫസർ വന്ന് ജോയിൻ ചെയ്യുന്ന ഏർണസ്റ്റ് ലോറൻസ്. ഇൻഫാക്ട് ഓപ്പൻഹൈമറിനെ ഈ പറഞ്ഞ ആറ്റം ബോംബിന്റെ ആ ഒരു പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന റീസൺ ആയിട്ട് നിൽക്കുന്നത് ലോറൻസ് ആയിരുന്നു. സോ ഇദ്ദേഹമാണ് പാർട്ടിക്കൽ ആക്സിലേറ്റർ ആയിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സൈക്ലോട്രോൺ ഉണ്ടാക്കിയത്. മറ്റേ സാധനമില്ല ഇങ്ങനെ സ്പീഡ് കറങ്ങുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ വെച്ചിട്ട് ആ ഒരു സബാറ്റോമിക് ഫിഷൻ എന്ന് പറയുന്ന തിയറി എല്ലാം കൊണ്ടുവന്നത്. സോ ബേസിക്കലി ലോറൻസ് തിയററ്റിക്കൽ ഫിസിക്സ് അല്ല, പകരം എക്സ്പെരിമെന്റൽ ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഓപ്പൻഹൈമർ ആ ഒരു തിയററ്റിക്കൽ ഫിസിക്സും എക്സ്പെരിമെന്റൽ ഫിസിക്സും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് തിരിച്ചറിയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ലോറൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് ഈ ഒരു സൈക്ലോട്രോൺ ഉണ്ടാക്കിയത്. അപ്പോൾ ഭയങ്കര സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് ഈ ഒരു പാർട്ടിക്കിളിനെ ചുറ്റിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ആറ്റംസ് വേറെ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്ത് ഒരു സബാറ്റോമിക് ഫിനോമിന ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ഇനി ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ ഈ ഒരു സബാറ്റോമിക് ഫിനോമിന സംഭവിക്കോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത് ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയിരിക്കും. ആ ചെയ്ത എക്സ്പെരിമെന്റിനെ തിയററ്റിക്കലി പ്രൂവ് ചെയ്ത് ഇന്ന പോലെ അത് ശരിക്കും സംഭവിക്കും എന്നങ്ങ് ഉറപ്പിക്കും. സോ എക്സ്പെരിമെന്റൽ ഫിസിക്സും തിയററ്റിക്കൽ ഫിസിക്സും കൂടി ചേരുന്ന ആ ഒരു പോയിന്റ് ഇവിടെ നിന്നാണ് നമ്മുടെ ഓപ്പൻഹൈമർ തിരിച്ചറിയുന്നത്. ഇതിന് മുമ്പ് അദ്ദേഹം കണ്ടവിടെ തന്നെ ഒന്നെങ്കിൽ എക്സ്പെരിമെന്റ് മാത്രം അല്ലെങ്കിൽ തിയറി മാത്രം, അവർ രണ്ടുപേരും ഒന്നിച്ച് ചേരുകയല്ല, എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. നീ ഒന്ന് പറ, ഞാനൊന്ന് പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നില്ല യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ലിയിൽ. ഇവിടെ തിയററ്റിക്കൽ ഫിസിക്സും എക്സ്പെരിമെന്റൽ ഫിസിക്സും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കാരണം തന്നെ ലോറൻസും ഓപ്പൻഹൈമറും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഓപ്പൻഹൈമറിനെ സംബന്ധിച്ച് സയൻസിൽ മാത്രമായിരുന്നില്ല, ലിറ്ററേച്ചറിലും പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പുള്ളി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് പേരുടെ ലിറ്ററേച്ചർ വർക്കുകൾ വായിക്കുന്നു. റിലീജിയസ് പുസ്തകങ്ങളായിട്ടുള്ള ഭഗവത്ഗീത, ബൈബിൾ, ഇങ്ങനെ കട്ടികഠോരമായ പുസ്തകങ്ങളൊക്കെ വായിക്കുമെങ്കിലും ഒരു ന്യൂസ് പേപ്പർ പുള്ളി വായിക്കുകയില്ല. ടെലിഫോൺ അധികം ഉപയോഗിക്കത്തില്ല, അത്യാവശ്യം വന്നാൽ മാത്രം, റേഡിയോ കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പുള്ളിക്ക് ഒരു പിടിയുമില്ല. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു. സോ ഇതുകൊണ്ടൊക്കെ തന്നെ പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ പുള്ളി വലിയ അവെയർ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഹിറ്റ്ലർ വന്ന ശേഷം 1933 ഹിറ്റ്ലർ വരുന്നത്. 36 സ്പാനിഷ് സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്ത് ഹിറ്റ്ലർ ഒരുപാട് ജൂയിഷ്, അതായത് ജൂതന്മാരെ കൊന്നു കളയുന്നുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് കേട്ടത് ഓപ്പൻഹൈമർ വല്ലാണ്ട് അസ്വസ്ഥനാവുന്നുണ്ട്. ബിക്കോസ് ഇവന്റെ ഫാമിലി
ഇപ്പോഴും ജർമ്മനിയിലുണ്ട്. ഇദ്ദേഹം ഒരു ജൂതനാണ്. സോ തന്റെ ആളുകളെ ഹിറ്റ്ലർ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്നത് സഹിക്കാൻ തീരെ പറ്റിയില്ല ആർക്ക്, നമ്മുടെ ഓപ്പൻഹൈമറിന്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് കയറുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ ചിന്താഗതികളും ആശയങ്ങളെ എല്ലാം തന്നെ പ്രാവൽക്കരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ മുൻകൈ എടുക്കേണ്ടി വരുന്നു. ആ സ്ത്രീയായിരുന്നു ജീൻ ടാറ്റ്ലോക്ക്. ഒരു സൈക്കോളജി ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടായിരുന്ന ജീൻ ടാറ്റ്ലോക്ക് അപ്പോൾ അവിടെ പൊങ്ങി വന്നുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മെമ്പർ ആയിരുന്നു. സോ അവളുടെ ഉള്ളിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ഉണ്ടായിരുന്നു. സോ ഇവളാണ് നമ്മുടെ ഓപ്പൻഹൈമറിനെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നത്. രാഷ്ട്രീയ ആശയങ്ങൾ കൈമാറി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ജോയിൻ ചെയ്തിട്ടില്ല. ഇതിനിടയിലാണ് ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുന്നത്. ആര്, നമ്മുടെ ഓപ്പൻഹൈമറും ജീൻ ടാറ്റ്ലോക്കും. അവരുടെ ബന്ധം ഏതാണ്ട് ഒരു 3 കൊല്ലത്തോളം പോയിട്ടുണ്ടാവും. ഇവിടുന്ന് അങ്ങനെ സയൻസിലോട്ട് വരുവാണെങ്കിൽ ഇതിനോടകം തന്നെ ഹ്യൂമൻ കൺട്രോൾഡ് ന്യൂക്ലിയർ റിയാക്ഷൻ ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ഒരു കണ്ടുപിടുത്തം സംഭവിക്കുന്നുണ്ട്. വാൾട്ടനും കോക്രാഫ്റ്റും ചേർന്ന് 1932 ഇത് കണ്ടുപിടിക്കുന്നത്. അറിയാലോ, അതേ വർഷം തന്നെയാണ് ന്യൂട്രോണും കണ്ടുപിടിക്കുന്നത്. ന്യൂട്രോണിന്റെ വരവിന് ശേഷമായിരുന്നു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഹെൻറിക്കോ ഫെർമി അദ്ദേഹത്തിന്റെ കൊളീഗ്സിന്റെ കൂടെ 1934 ഈ പറയുന്ന ആറ്റംസിന്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സ്ലോ മൂവിംഗ് ന്യൂട്രോൺസ് ഉള്ള ആറ്റംസിന് മേലെ ഒരുപാട് എലമെന്റ്സ് വെച്ച് ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നായിരുന്നു ഇവരുടെ ബേസിക് റിസർച്ച്. തുടർന്ന് ഇദ്ദേഹം യുറേനിയത്തിലും ചെയ്യുന്ന സമയത്താണ് ആ ഒരു യുറേനിയത്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ബട്ട് ഈ ഒരു റിസർച്ച് ഒരുപാട് അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ആ ഒരു സമയത്ത് ഇതിനെപ്പറ്റി നോളജ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് കുറേ പേരൊന്നും വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധം ആരംഭിച്ച് ജർമ്മനി മെല്ലെ മെല്ലെ ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 4 സയന്റിസ്റ്റുമാർ, ഓട്ടോ ഹാൻ, ഫ്രിസ് സ്ട്രാസ്മാൻ, ഓട്ടോ ഫ്രിറ്റ്സ് ആൻഡ് ലിസ് മെയ്റ്റ്നർ, ഒരു സ്ലോ മൂവിംഗ് ന്യൂട്രോൺ വെച്ചിട്ട് യുറേനിയം 235 സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 2 റേഡിയമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ അതിന്റെ മാസ് ചെക്ക് ചെയ്ത സമയത്താണ് നമ്മുടെ യുറേനിയത്തിന്റെ പാതി മാസമുള്ള വേറൊരു 2 വന്നേക്കുന്നത്. അപ്പോഴാണ് ലിസ് മെയ്റ്റ്നർ ഒരു റേഡിയോ ആക്റ്റീവ് പ്രസൻസ് ഇതിനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് റേഡിയമായിട്ടല്ല മാറുന്നത്, പകരം ബേരിയമായിട്ടാണ് മാറുന്നതെന്ന് ഇവർ കണ്ടുപിടിക്കുന്നത്. സോ ബേസിക്കലി ഈ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ, അതായത് ആ ഒരു ബോംബാർഡ്മെന്റ് നടക്കുന്ന സമയത്ത് 2 പിരിയെ മാത്രമല്ല പുതിയ 2 ന്യൂട്രോൺസ് ഫോം ആവുകയും ഈ ഫോമായ ന്യൂട്രോൺസ് ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ വലിച്ച് അതിങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലും മുമ്പോട്ട് പോകും എന്നൊരു കാര്യം പുള്ളിക്കാരത്തി കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ നിങ്ങൾ ഐൻസ്റ്റീൻ്റെ ആ ഒരു ഫോമിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത E=mc² അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓവറോൾ മാസിൽ സംഭവിക്കുന്ന ചെറിയൊരു ഡിഫറൻസ് ആണ്. യുറേനിയം 235 ക്രിപ്റ്റോണും ബേരിയമായിട്ട് മാറുന്ന സമയത്ത് ചെറിയൊരു മാസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനെ C² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് C² എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ്, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ചെറിയൊരു മാസ് ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ എന്ന് പറയുവാണെങ്കിൽ പോലും അത് പുറത്ത് വിടുന്ന എനർജിയുടെ അളവെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ യുറേനിയം 235 ബോംബാർഡ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിൽ പുറത്ത് വരുന്ന എനർജിയുടെ അളവെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. സോ ഇവിടെ നടക്കുന്ന ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന കാര്യം ഇവർ 4 പേരും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പുറത്ത് വന്ന ശേഷമാണ് നമ്മുടെ എൻറിക്കോ ഫെർമി തിരിച്ചറിയുന്നത്. അപ്പോൾ താൻ അന്ന് ചെയ്തപ്പോൾ സംഭവിച്ചത് ഇതേ കാര്യമായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു എനർജിയെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കിക്കൂടെ എന്നൊരു ചിന്ത പുള്ളിക്ക് വരുന്നു. അതായത് ഈ ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുമ്പോൾ പുറത്ത് വരുന്ന എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയെ സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പുതിയൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്തായിരുന്നു ലിയോ സ്ലിസാർഡ്. അദ്ദേഹം ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനെ പറ്റി മനസ്സിലാക്കുകയും ന്യൂട്രോണുകൾ സ്പ്ലിറ്റായി അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരുന്നത് വലിയൊരു എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും. ഈ ഒരു എനർജി സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും വലിയൊരു എനർജി ഒറ്റയടിക്ക് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു ആയുധമായിട്ട് മാറും എന്നൊരു കാര്യം ഇദ്ദേഹം തിരിച്ചറിയുന്നു. 2ാം ലോകമഹായുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ ഇതുപോലൊരു വെപ്പൺ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എത്ര ജീവനുകൾ എടുക്കും എന്നൊരു കാര്യം ഇദ്ദേഹം തിരിച്ചറിയുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും വാൺ ചെയ്യണം എന്നൊരു കാര്യത്തിൽ ഇവർ തീരുമാനം എടുക്കുന്നുണ്ട്. എന്നാൽ ചെറിയൊരു സയന്റിസ്റ്റുമാർ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് വരെ ഒന്നും എത്താൻ പറ്റത്തില്ല. അപ്പോൾ ലിയോ നേരെ നമ്മുടെ ഐൻസ്റ്റീനെ വന്ന് മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധിപ്പിക്കുന്നു. ഇതുപോലെ റിയാക്ഷൻ വെച്ചിട്ട് ഇത്രയും വലിയൊരു എനർജി പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതൊരു വലിയൊരു വെപ്പണായിട്ട് മാറുമെന്നും ഇത് നമുക്ക് മുമ്പ് ജർമ്മനിക്കാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർന്ന് നമ്മുടെ കത്തിക്കൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വാൺ ചെയ്തു. സാറിന്റെ ഇക്വേഷൻ ആയിട്ടുള്ള E=mc² എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഇതിലേക്ക് ഞങ്ങളെ നയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ ഐൻസ്റ്റീൻ വല്ലാണ്ട് ഷോക്കായിട്ട് വേഗം തന്നെ പ്രസിഡന്റിന് ഒരു ലെറ്റർ അയക്കുന്നു. അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള റൂസ്വെൽറ്റിന് നമ്മുടെ ഐൻസ്റ്റീൻ ഒരു ലെറ്റർ അയക്കാണ്. ആ ലെറ്റർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ, വായിച്ചു നോക്കിക്കോളൂ. അതിന്റെ അവസാനം പുള്ളി ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? എ സിംഗിൾ ബോംബ് ഓഫ് ദിസ് ടൈപ്പ് carried by a boat and exploded in a port might very well destroy the whole port together with some surrounding territory. ചെറിയൊരു തോണിയിൽ അവർ കെട്ടി ഈ ഒരു ബോംബിനെ വിട്ട് കഴിഞ്ഞാൽ പോലും ഹോൾ പോർട്ട് തന്നെ ചുറ്റും ഉണ്ടായിരുന്ന സറൗണ്ടിങ് സഹിതം അടിയോടെ ഇല്ലാതാക്കി കളയും എന്നാണ് നമ്മുടെ ഐൻസ്റ്റീൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ടത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ആൾറെഡി യുദ്ധം ഇങ്ങനെ പീക്ക് പൊക്കോണ്ടിരിക്കുക. ഹിറ്റ്ലറും നാസികളും എല്ലാവരും തന്നെ പോളണ്ടും അതേപോലെ ചെക്കോസ്ലോവാക്കിയ എല്ലാം കയറുന്നുണ്ട്. ലെറ്റർ കിട്ടിയ കാര്യത്തിന് സീരിയസ്നെസ് മനസ്സിലാക്കാൻ നമ്മുടെ റൂസ്വെൽറ്റ് എന്ത് ചെയ്തു? പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അഡ്വൈസറി കമ്മിറ്റി ഓഫ് യുറേനിയം എന്ന് പറഞ്ഞു. യുറേനിയത്തിനെ പറ്റിയും ഈ ഒരു ന്യൂക്ലിയർ ഫിഷനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കമ്മിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രോഗ്രസ് ഉള്ളതായിട്ട് കാണുന്നില്ല. വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവർ വന്നെത്തുന്നത്. അതിനെ തുടർന്ന് പ്രസിഡന്റ് എന്ത് ചെയ്തു? ആ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് പുതിയൊന്ന് ആരംഭിക്കുകയാണ്. നാഷണൽ റിസർച്ച് ഡിഫൻസ് കൗൺസിൽ എന്ന് പറഞ്ഞു. ഈ ഒരു കൗൺസിലിന്റെ ഡയറക്റ്റ് കമാൻഡ് പോയിരിക്കുന്നത് ആർമിയിലേക്കാണ്. ബ്രിഗേഡിയർ ജനറൽ ലെസ്ലി ഗ്രൂവ്സിന്റെ കീഴിലാണ് ഈ ഒരു NRDC വരുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിന് വേറൊരു പേരിടാണ് ദ
ദ മാൻഹാട്ടൻ പ്രോജക്ട്. ഈ സമയത്തെല്ലാം അതായത് 1932 കാലം തൊട്ട് തന്നെ നമ്മുടെ ഓപ്പൻഹൈമർ ന്യൂക്ലിയർ റിസർച്ചിന്റെ പിന്നാലെയാണ്. പ്രോജക്റ്റിൽ ആൾറെഡി ഇൻവോൾവ് ആയിരിക്കുന്ന സയന്റിസ്റ്റുമാർക്ക് കൂടുതൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സമയം വന്നപ്പോൾ പുതിയ സയന്റിസ്റ്റുമാരെയും പുതിയ ഒരു ടീമിനെയും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ടീമിലുണ്ടായിരുന്ന ഏർണസ്റ്റ് ലോറൻസ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ ലോറൻസ് തന്നെയാണ് ഇദ്ദേഹം ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പോയ സമയത്ത് ഇതിന്റെ കൂടെ തന്നെ ആ ഒരു ചിക്കാഗോയിൽ ഉണ്ടായിരുന്നു. ലോറൻസ് ആൾറെഡി ഈ ഒരു പ്രോജക്റ്റ് ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ പുള്ളി എക്സ്പെരിമെന്റൽ ഫിസിക്സ് ആണ്. തിയറിറ്റിക്കൽ ബേസിലോട്ട് പോകുന്ന സമയത്ത് പുള്ളിക്ക് വലിയ ഐഡിയ വരുന്നില്ല. തിയറിറ്റിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ ആദ്യം വന്നത് നമ്മുടെ റോബർട്ട് ഓപ്പൻഹൈമർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലോറൻസ് ഇന്നുപോലെ ഒരു ഡിസ്കഷന് വേണ്ടി ഓപ്പൻഹൈമറിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓപ്പൻഹൈമറിന്റെ കയ്യിൽ ഒരുപാട് നല്ല ഐഡിയാസ് ഉണ്ടാവും, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ലെറ്റർ പോകുന്നത്. ആർക്കയക്കുന്നത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ആയിട്ടുള്ള ഓർദർ എച്ച് കോംപ്റ്റൺ. ഈ ഒരു പ്രോജക്റ്റിനെ ഓവർലുക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ആണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് അയക്കുന്നത്. യൂണിവേഴ്സിറ്റി ലോറൻസിന് ഒരു മറുപടി കൊടുക്കുന്നു. എന്തായാലും അതിന്റെ കയ്യിൽ ഒരുപാട് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഡിസ്കഷന് വിളിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഓപ്പൻഹൈമറിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ്. സോ ഇങ്ങനെ ലോറൻസ് ആണ് നമ്മുടെ ഓപ്പൻഹൈമറിനെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നത്. പുള്ളി ആൾറെഡി ഈ ഒരു ന്യൂക്ലിയർ റിസർച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു അവസരം പുള്ളി മിസ് ചെയ്തില്ല. നേരെ ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന് പോയി. ആ ഡിസ്കഷനിൽ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓപ്പൻഹൈമർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് അതിനോടകം തന്നെ യുറേനിയം മാത്രമായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ. ഇപ്പോൾ യുറേനിയത്തിനെ ഡ്യൂട്ടേറിയം വെച്ചിട്ട് ബൊംബാർഡ് ചെയ്യുന്ന സമയത്ത് പ്ലൂട്ടോണിയം ഉണ്ടാകുന്നുണ്ടെന്നും യുറേനിയം ഐസോട്ടോപ്പായിട്ടും മാറുന്നു. സോ രണ്ടും ഫിസിബിൾ എലമെന്റ്സ് ആയതുകൊണ്ട് യുറേനിയം പ്ലൂട്ടോണിയം രണ്ടും ഫിസിബിൾ എലമെന്റ്സ് ആയതുകൊണ്ട് തന്നെ രണ്ടിനെയും ഈ പറയുന്ന സ്ലോ മൂവിംഗ് ന്യൂട്രോൺസ് വെച്ചിട്ട് ബൊംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് അവിടെ വലിയൊരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കും എന്നൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. യുറേനിയം നമുക്ക് നാച്ചുറലായിട്ട് എടുക്കാൻ പറ്റും, അതിന്റെ ക്രിസ്റ്റ്യൻ എന്നൊക്കെ. പക്ഷേ പ്ലൂട്ടോണിയം യുറേനിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് എടുക്കുന്നത്. സോ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത ശേഷം യുറേനിയത്തിൽ 2 പോയിന്റ് തനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓപ്പൻഹൈമർ കോംപ്റ്റന് തിരിച്ചൊരു മറുപടി ലെറ്റർ കൊടുക്കുകയാണ്. അതായത് കോംപ്റ്റന്റെ ഒരു കാൽക്കുലേഷനിൽ ചെറിയൊരു തിരുത്തുണ്ടെന്നാണ് നമ്മുടെ ഓപ്പൻഹൈമർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ സമയമാണ് ജനറൽ ഗ്രൂസും ഈ ഒരു പ്രോജക്റ്റിന്റെ ഹെഡായിട്ട് വരുന്നതും. ഈ റിസർച്ച് മൊത്തം അമേരിക്ക ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെതറി കിടക്കും. കാരണം അതിന്റെ ഇടയിൽ അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു ധാരണയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻസും സയന്റിസ്റ്റുമാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം എന്ന രീതിയിൽ ഒരു എഗ്രിമെന്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പ്രോജക്റ്റ് ഓൺ ആവുന്നതും. പക്ഷേ ഇത് അങ്ങനെ ഇങ്ങനെ ചെതറി കിടക്കുന്നതുകൊണ്ട് യൂണിഫൈ ചെയ്ത് ഒറ്റൊരു സ്ഥലത്തിലോട്ട് കൊണ്ടുവരാമെന്ന് ഇദ്ദേഹം തീരുമാനിക്കുന്നത്. അതിന് ഹോൾ പരിപാടിയുടെ മേൽനോട്ട് നോക്കുന്ന ജനറൽ ഗ്രൂസും ഈ ഒരു പ്രോജക്റ്റ് അതായത് റിസർച്ച് ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ റോബർട്ട് ഓപ്പൻഹൈമറിനെയാണ്. ഓപ്പൻഹൈമറിനെ സംബന്ധിച്ച് ആ ഒരു ലീഡർഷിപ്പ് എലിമെന്റ് ഉണ്ട്. എത്ര പേര് വന്നാലും പുള്ളിക്ക് ലീഡ് ഇത് കൊണ്ടുപോകാൻ പറ്റും. അത് ഇവിടെ ഇദ്ദേഹത്തിന് ഉപകാരപ്പെടുകയാണ്. കാരണം ഒരുപാട് സയന്റിസ്റ്റുമാരെ ഒറ്റ കൊടക്കീഴിൽ നമ്മുടെ ഓപ്പൻഹൈമർ കൊണ്ടുവരുന്നുണ്ട്. ഈവൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെ പോലും അദ്ദേഹം ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു. അങ്ങനെ മാൻഹാട്ടൻ പ്രോജക്റ്റ് ഓൺ ആവാണ്. അപ്പോൾ ഇവർക്കൊരു സ്ഥലം വേണം എവിടെ ഈ റിസർച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പൻഹൈമർ സജസ്റ്റ് ചെയ്ത ഒരു പ്ലേസ് ആണ് ലോസ് ആലമോസ്. ഭയങ്കരതയും ഡെസേർട്ടഡ് ആയിട്ട് അധികം ഒന്നും ഇല്ലാത്തൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവരുടെ റിസർച്ചിന് പറ്റിയൊരു പ്ലേസ് ഇതായിരുന്നു. ഓപ്പൻഹൈമറിന്റെ ചെറുപ്പത്ത് ഒരുപാട് സമയം ഈ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു പേഴ്സണൽ കണക്ഷനും ഓപ്പൻഹൈമറിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോസ് ആലമോസ് തിരഞ്ഞെടുക്കുന്നു. ഓപ്പൻഹൈമർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഓപ്പൻഹൈമർ, എൻറിക്കോ ഫെർമി, ഹാൻസ് ബീത്ത്, എഡ്വേർഡ് ടെല്ലർ, വിക്ടർ വീസ്കോഫ്, റിച്ചാർഡ് ഫെയ്മൻ എന്നിങ്ങനെ ഒരുപാട് വലിയ വലിയ പേരുകളുണ്ട്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു പേരാണ് എഡ്വേർഡ് ടെല്ലർ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ റിസർച്ച് മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇത് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീടൊന്നും അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാക്കാനൊന്നുമില്ല. പെട്ടെന്ന് പ്രീ ബിൽഡ് ചെയ്ത കുറേ വീടുകളൊക്കെ അവിടെ കൊണ്ട് സെറ്റ് ചെയ്തു. യുദ്ധത്തിന് നടുവിലാണ് ആരാദ്യം ഇത് കണ്ടുപിടിക്കും എന്നൊരു ഭയങ്കര ടെൻഷനിലാണ് എല്ലാവരും നടക്കുന്നത്. അങ്ങനെ സയന്റിസ്റ്റുമാരും അവരുടെ ഫാമിലിയും എല്ലാവരും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഹ്യൂജ് എമൗണ്ട് ഓഫ് മാൻ പവർ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ചുറ്റും ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടി. ജോലി കൊടുത്താൽ മാത്രം പോരല്ലോ, കാശും കൊടുക്കണമല്ലോ, ശമ്പളവും കൊടുക്കണമല്ലോ. അതിപ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇത് എന്തിന്റെ കീഴിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴാണ് നേരെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് എന്ന രീതിയിൽ ഒരു ലേബിൾ കൊടുത്തിട്ട് റിസർച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഇവർ എന്താ ചെയ്യുന്നത്, ഏതാ ചെയ്യുന്നതെന്നൊന്നും പുറത്ത് ആർക്കും അറിയാൻ പാടില്ല. ഉള്ളിലുള്ള കുറച്ച് ഇൻസൈഡേഴ്സ് ഒഴിച്ച് ബാക്കി ആർക്കും ഇവരെവിടെ എന്താ ചെയ്യുന്നതെന്ന് ഒരു ധാരണയില്ല. സുപ്പീരിയേഴ്സ് അവരോട് എന്താണ് ചെയ്യാൻ പറയുന്നത് അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രോജക്റ്റിൽ ഏതാണ്ട് 1,30,000 പേര് വർക്ക് ചെയ്തു. വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. സോ ആറ്റം ബോംബ് ഉണ്ടാക്കണമെങ്കിൽ യുറേനിയം ഒരുപാട് വേണം. ലോകത്തിലെ പലയിടത്തു നിന്നും യുറേനിയം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ലോറൻസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ ഒരു യുറേനിയം സ്പ്ലിറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ആ ഒരു സൈക്ലോട്രോൺ ഉണ്ടാക്കിയത്. സോ അതേപോലെ വലിയൊരു സാധനം കലൂട്രോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യുറേനിയത്തിന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു സാധനം ഉണ്ടാക്കുന്നു. യുറേനിയം തന്നെ 2 ഉണ്ട്. യുറേനിയം 235 238. 238 ഫിഷനബിൾ അല്ല, അതായത് പൊട്ടിത്തെറിക്കില്ല. യുറേനിയത്തിന്റെ കാര്യം ഇവിടെ നടക്കുമ്പോൾ അപ്പുറത്തെ ഹാൻഡ്ഫുൾ റിയാക്ടേഴ്സിലാണ് പ്ലൂട്ടോണിയത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. യുറേനിയത്തിന് ബൊംബാർഡ് ചെയ്യുന്ന സമയത്താണല്ലോ പ്ലൂട്ടോണിയം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇവരുടെ ഇപ്പോൾ 2 ഉണ്ട്. ഒന്ന് പ്ലൂട്ടോണിയവും ഒന്ന് യുറേനിയവും. യുറേനിയം 235 വെച്ചിട്ട് ലിറ്റിൽ ബോയും പ്ലൂട്ടോണിയം വെച്ച് ഫാറ്റ്മാനും. യുറേനിയം ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതായത് അതിന്റെ ക്രിട്ടിക്കൽ മാസ് കടന്നു കഴിഞ്ഞാൽ അതെന്തായാലും പൊട്ടിത്തെറിക്കും. നമ്മുടെ തോക്കിന്റെ ട്രിഗറിംഗ് മെക്കാനിസം ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ ബോംബിന്റെ ഉള്ളിൽ ചെറിയ ഒരു എക്സ്പ്ലോഷൻ വെച്ചിട്ട് ട്രിഗർ ചെയ്ത് ഈ പറയുന്ന യുറേനിയത്തിന്റെ അതിന്റെ ക്രിട്ടിക്കൽ മാസിനെ ഓവർ റൈഡ് ചെയ്യാം. ഒബ്വിയസ്ലി ക്രിട്ടിക്കൽ മാസ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ റിയാക്ഷൻ നടക്കും, വലിയൊരു എമൗണ്ട് ഓഫ് എനർജി പുറത്തോട്ട് വിടും. അപ്പോൾ യുറേനിയം പൊട്ടിത്തെറിക്കുമെന്ന് ഒരു തരത്തിലുള്ള സംശയമില്ല. പക്ഷേ പ്ലൂട്ടോണിയം അങ്ങനെ ആയിരുന്നില്ല. അത് എപ്പോഴും ജനറൽ ആയിട്ട് ഒരു സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്പ്ലോഷൻ വർക്ക്ഔട്ട് ആവത്തില്ല. അവിടെ നടക്കേണ്ടത് ഇംപ്ലോഷൻ ആണ്. അതായത് അതിന്റെ ഉള്ളിൽ നടന്ന ഒരു എക്സ്പ്ലോഷനെ നേരെ പ്ലൂട്ടോണിയത്തിനെ ഫേസ് ചെയ്ത് അതിന്റെ നേരെ പോകണം. അതിന്റെ ഉള്ളിൽ നടന്ന ഒരു പൊട്ടിത്തെറി, അതിന്റെ ആഘാതം നേരെ പ്ലൂട്ടോണിയത്തിന്റെ ഉള്ളിലോട്ട് പോകണം. ഇതുമൂലം
മൂലം പ്ലൂട്ടോണിയം കോർ കംപ്രസ് ആയി ഒരു ഉരുണ്ട പോലെ പോയിട്ട് ശേഷം അതിന്റെ ആ ഒരു ക്രിട്ടിക്കൽ മാസം സൂപ്പർ ക്രിട്ടിക്കൽ മാസം എല്ലാം എക്സീഡ് ആകുമ്പോൾ അത് പൊട്ടിത്തെറി നടക്കും. ഇത് ആ ഒരു സയന്റിസ്റ്റുമാർക്ക് വലിയൊരു ചാലഞ്ച് ആയിട്ട് വരികയാണ്. ഈ ഒരു സംശയം വെച്ചിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇതിനെ ടെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം ടെസ്റ്റിംഗ് അവർ തീരുമാനിക്കുന്നത് ഫാറ്റ്മാൻ ആണ്, അതായത് പ്ലൂട്ടോണിയം. ഈവൻ ദോ ഈ ഒരു പ്ലൂട്ടോണിയം ഫിസിബിൾ ആണെങ്കിലും പുതിയൊരു ഡിസൈൻ എല്ലാം കൊണ്ടുവന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്തെങ്കിൽ പോലും എങ്ങാനും ഇത് പൊട്ടാതെ പോയി കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമായിരിക്കും. സോ ഇതിനെ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനെ തുടർന്ന് പ്ലൂട്ടോണിയം ബേസ് ചെയ്ത് പുതിയൊരു ബോംബ് ഒരു ഡിസൈൻ ചെയ്യുന്നു. ആ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു ട്രിനിറ്റി ടെസ്റ്റ്. അതിനവർ യൂസ് ചെയ്ത ബോംബിന്റെ പേരാണ് ഗാഡ്ജറ്റ്. റോബർട്ട് എഫ് ക്രിസ്റ്റിയും അതേപോലെ തന്നെ എഡ്വേർഡ് ടെല്ലറും ചേർന്നിട്ടാണ് ഇതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയതിന്റെ നേരെ ഒരു സുപ്പീരിയർ വേർഷൻ ആയിരുന്നു നാഗസാക്കിയിൽ പൊട്ടിച്ചത്. ഈ ഡിസൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ഡിസൈൻ തന്നെ പിന്നീട് ക്രിസ്റ്റീസ് ഗാഡ്ജറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ 6.5 കിലോ പ്ലൂട്ടോണിയം എടുക്കുന്നുണ്ട്. ദെൻ വലിയൊരു സ്ഫിയറിനെ രണ്ടായിട്ട് മുറിച്ച് 2 സെമി ഹെമിസ്ഫിയർ ആയിട്ട് മാറ്റി അതിന്റെ ഉള്ളിൽ ബെറിലിയം ഇനീഷ്യേറ്റേഴ്സ് വെക്കുന്നുണ്ട്. ഈ ഇനീഷ്യേറ്റേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയുള്ള ന്യൂട്രോൺസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇനീഷ്യേറ്റേഴ്സ് പുറത്തുവിടുന്ന ന്യൂട്രോൺസ് പ്ലൂട്ടോണിയം എടുത്ത് ആ ഒരു ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് എപ്പോഴും ഒരു സബ് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോഷൻ വർക്ക് ആവില്ല, ഇംപ്ലോഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. സോ കംപ്രഷൻ വരണം. അങ്ങനെ ഒരു പ്ലൂട്ടോണിയം കോറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ടൈപ്പ് ഓഫ് ബാരട്ടോൺ ലെൻസ് വെച്ചിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ആ ഒരു പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് അതിന്റെ ആഘാതം അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് മൊത്തം നേരെ പ്രൊജക്ട് ചെയ്ത പോലെ നേരെ പ്ലൂട്ടോണിയത്തിലേക്ക് പോകും. തുടർന്ന് അവിടെ ഒരു കംപ്രഷൻ ഫോം ആവും. ഈ ഒരു കംപ്രഷൻ നടക്കുന്ന സമയത്ത് പ്ലൂട്ടോണിയത്തിന്റെ ഒറിജിനൽ സൈസിൽ നിന്ന് ഏതാണ്ട് 30 തൊട്ട് 40% വരെ കുറയും. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഒരു സബ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടല്ലോ അതിനെ അങ്ങ് മറികടക്കും. തുടർന്ന് ഒബ്വിയസ്ലി ചെയിൻ റിയാക്ഷൻ സംഭവിക്കും. പക്ഷേ വെളിയിൽ ആ ഒരു ലെൻസ് വെച്ച് ഇഗ്നൈറ്റ് ചെയ്ത് ഈ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഇൻ കേസ് അത് പൊട്ടിത്തെറിച്ചാലോ അത് ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ ബാരൽ ആ ഒരു ചുറ്റും ഒരു മെറ്റൽ കേജ് വെച്ച് അതിനെ ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ബാൽട്രോൺ ലെൻസിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇലക്ട്രിക് സപ്ലൈ വേണം. സോ ഒരുപാട് വയേഴ്സും അതിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതായിരുന്നു ക്രിസ്റ്റി പ്രപ്പോസ് ചെയ്ത ആ ഒരു ഗാഡ്ജറ്റിന്റെ ഡിസൈൻ. ഉള്ളിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിയുടെ ആ ഒരു എനർജിയും അതിന്റെ ഹീറ്റും എല്ലാം തന്നെ നേരെ പ്ലൂട്ടോണിയത്തിനെ ഫേസ് ചെയ്ത് പോയി അതിനെ കംപ്രസ് ചെയ്ത് ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്ന രീതിയിൽ അങ്ങനെ ഇവരും ആ ഒരു ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഗാഡ്ജറ്റിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പോൾ ഇവർ പ്രോട്ടോടൈപ്പ് പോലെ ഈ ഒരു ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ ഇത് പൊട്ടിത്തെറിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ അതിന്റെ എന്തായിരിക്കും അതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, 100 ടൺ വെടിമരുന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു സ്ഥലത്ത് അങ്ങ് നീക്കി മാറ്റി വെച്ച് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ഇത് പൊട്ടിച്ചപ്പോൾ ആ ഒരു പുക ഉണ്ടാവില്ല, ആ ഒരു മഷ്റൂം സ്മോക്ക്, മനസ്സിലായില്ല, ഒരു കൂണ് പോലെ വന്ന് നിൽക്കുന്ന ആ ഒരു പുക ഉണ്ടല്ലോ, ഇതിനെയാണ് മഷ്റൂം സ്മോക്ക് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഉയരത്തിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ചുറ്റുള്ള ആളുകൾക്ക് പോലും കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും പൊക്കത്തിലോട്ട് പോയി. ഇതെല്ലാം കണ്ട ശേഷം അവരൊരു ബോംബും ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഓപ്പൺഹൈമറിന്റെ മൈൻഡിൽ വലിയൊരു പേടി വരികയാണ്. ഈ 100 ടൺ വെടിമരുന്നിനെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പ്രോട്ടോടൈപ്പ് പൊട്ടിത്തെറിച്ച് അത് പുറത്ത് വിടുന്ന എനർജി അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ ഇവിടെ സംഭവിച്ചാലോ എന്നൊരു പേടി വരുന്നു. ജസ്റ്റ് ലൈക്ക് സൂര്യനിൽ സംഭവിക്കുന്ന അതേ ന്യൂക്ലിയർ ഫ്യൂഷൻ, അതായത് ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ് ഇവിടെ ഈ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഹീറ്റിൽ സംഭവിക്കുമോ എന്നൊരു പേടി അതിന് മനസ്സിൽ വരുന്നു. എയറിൽ ഹൈഡ്രജൻ മാത്രമല്ല ഓക്സിജനും ഉണ്ട്. ഈവൻ അണ്ടർഗ്രൗണ്ടിൽ പോവുകയാണെങ്കിലും അവിടെ ഉണ്ട് ഹൈഡ്രജൻ. ഭൂമിക്ക് അടിയിലും ഉണ്ടല്ലോ. ഒന്നും വേണ്ട, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് നൈട്രജൻ. രണ്ടും അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സംഭവിച്ച് ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ഇവിടെ കിക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ കത്തി നാമാവശേഷമായി പോകും ഈ ഭൂമിയുടെ പ്രതലം തന്നെ. മൊത്തമല്ല ഇവരുടെ ആ ഒരു സ്ഥലം മാത്രം. ഈ ബോംബ് കാരണം ഭൂമി തന്നെ ഇല്ലാതായി പോകുമോ എന്നൊരു വലിയൊരു ചോദ്യം ഇദ്ദേഹത്തിന് മനസ്സിൽ വരികയാണ്. ബട്ട് ഇതിനെപ്പറ്റി കൂടുതൽ തീരെ നോക്കുന്ന സമയത്ത് അത് ക്ലോസ് ടു സീറോ ആണ് അതിന്റെ ചാൻസ്. അങ്ങനെ സംഭവിക്കാൻ ചാൻസേ ഇല്ല എന്നല്ല, ക്ലോസ് ടു സീറോ അല്ല. അങ്ങനെ 1945 ജൂലൈ 15 ഇത് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു ട്രിനിറ്റി ടെസ്റ്റ് അവർ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു വെതർ കണ്ടീഷൻ ശരിയാവാത്തതുകൊണ്ട് പിറ്റേ ദിവസം അതായത് ജൂലൈ 16 അവർ ടെസ്റ്റിംഗ് ചെയ്യുന്നു. അങ്ങനെ പുലർച്ചെ തന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 100 അടിയോളം ഹൈറ്റ് ഉള്ള ഒരു ടവറിൽ ഈ പറഞ്ഞ പ്രോട്ടോടൈപ്പ് ഈ ഒരു ഗാഡ്ജറ്റിനെ അവർ സസ്പെൻഡ് ചെയ്ത് കയറ്റാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോഴേക്കും തന്നെ ആളുകളൊക്കെ ഒരുപാട് ദൂരത്തേക്ക് മാറിയുന്നു. കാരണം ഇത് പൊട്ടിത്തെറിച്ചാലുള്ള ഇമ്പാക്ട് എത്രമാത്രം വരുമെന്ന് ആർക്കും ഒരു ധാരണയില്ല. സോ ഇവരെ കൊണ്ട് മാക്സിമം നിൽക്കാൻ പറ്റുന്നത്ര ദൂരത്തേക്ക് ഇവർ മാറി നിൽക്കുന്നു. എന്നിട്ടൊരു 5 മണിയൊക്കെ ആയപ്പോൾ വെതർ ശരിയായി 5:00 കറക്റ്റ് ആയിട്ട് ഇവർ ആ ഒരു ബോംബിനെ ഡെറ്റനേറ്റ് ചെയ്യുന്നു. അതിന്റെ ഉള്ളിൽ നടന്ന എക്സ്പ്ലോഷനെ നേരെ പ്ലൂട്ടോണിയത്തിലേക്ക് കടത്തിവിട്ട് അതിന്റെ ഹീറ്റും പ്രഷറും എല്ലാം തന്നെ ഈ ഒരു പ്ലൂട്ടോണിയം കോറിനെ ഒരു 30 തൊട്ട് 40% വരെ ചുരുക്കി ആ ഹെമിസ്ഫിയറിന്റെ ഉള്ളിൽ വെച്ച ഇനീഷ്യേറ്റേഴ്സ്, അതായത് ബെലേരിയം ഇനീഷ്യേറ്റേഴ്സ് ന്യൂട്രോണെ വെളിവിട്ട് പ്ലൂട്ടോണിയം 239 അതിന്റെ ചെയിൻ റിയാക്ഷനും ആരംഭിക്കുന്നുണ്ട്. ഇത്രയും പ്രോസസ്സും കണ്ണടച്ച് തുറക്കുന്നതിന്റെ ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞു. അതായത് സെക്കൻഡിന്റെ 10,000-1 മാത്രമേ ഇത് സമയമെടുത്തിട്ടുള്ളൂ. തുടർന്ന് ആ ഒരു ബോംബും പൊട്ടിത്തെറിക്കുന്നു. ലോകം കണ്ട ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ്. ഈവൻ ദോ ഇവരെല്ലാവരും ഇത്രയും ദൂരത്തേക്ക് മാറി നിന്നെങ്കിൽ പോലും വെറും കണ്ണുകളോട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ വെൽഡിംഗ് ആൻഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അത് കൂട്ടൊരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അവിടെയുള്ള എല്ലാവരും ഈ ഒരു കാര്യം കാണുന്നത്. 400-ലധികം ആൾക്കാർ ഈ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അവിടെ നേരിട്ടുണ്ടായിരുന്നു. അതിൽ വെളിയിൽ നിന്ന് കുറേ പേര് കുറച്ച് കൂടുതൽ എക്സ്പോസ് ആയി. അതുകൊണ്ട് തന്നെ ഈവൻ ദോ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും സൂര്യന്റെ അത്രയും വെളിച്ചം ഇത് പുറത്തു വന്ന സമയത്ത് പലവർക്കും അടുത്ത 2 ദിവസം ലിറ്ററലി ബ്ലൈൻഡ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അത്രയും എനർജിയാണ്. പിന്നെ ആ ഒരു മഷ്റൂം സ്മോക്കും അതും വല്ലാണ്ടങ്ങ് ഉയരത്തിലേക്ക് പോയി. ഇത് പൊട്ടിയ സമയത്ത് അവർ ആദ്യം കാണുന്നത് ആ ബ്രഹ്മാണ്ഡമായ
വെളിച്ചമാണ്. ലിറ്ററലി സൂര്യനെ ഭൂമി കണ്ട ഒരു അവസ്ഥയായിരുന്നു അവർക്ക്. ആൾക്കാർ ഈ ഒരു വെളിച്ചം കണ്ട് 30-40 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അതിന്റെ ശബ്ദം ഒരു കേൾക്കുന്നത്. ഓഫ് കോഴ്സ് ലൈറ്റ് ട്രാവൽ ഫാസ്റ്റർ ദാൻ സൗണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചം മാത്രമായിരുന്നില്ല, അതിൽ നിന്ന് പുറത്ത് വന്ന ഹീറ്റ്, ചൂട്. പലർക്കും അവരുടെ ദേഹം ഇങ്ങനെ പൊള്ളി പോകുന്ന പോലെ ഫീൽ ചെയ്ത അത്ര. ഭൂമി തന്നെ കിടുങ്ങി അത്ര. ഒരു ഭൂമിയുലകം വന്ന പോലെയായിരുന്നു അതിന്റെ ആഘാതം. വെടിമരുന്ന് വെച്ചപ്പോൾ 6 കിലോമീറ്റർ ആണെങ്കിൽ ഇപ്രാവശ്യം 60 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ആളുകൾക്ക് പോലും ഇത് കാണാൻ പറ്റിയത്ര. ഏതാണ്ട് 10-12 കിലോമീറ്ററോളം ആ ഒരു മഷ്റൂം സ്മോക്ക് അത് പൊങ്ങി വന്നു. പിന്നെ ഇതിനെ പൊക്കി കയറ്റാൻ വേണ്ടി ഒരു ടവറൊക്കെ ഇവർ ഉണ്ടാക്കിയല്ലോ, ഒരു 100 അടിയോളം. അതൊന്നും ഈ പൊട്ടിത്തെറിക്ക് ശേഷം അതിന്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല. ചുറ്റും അങ്ങ് നാമാവശേഷമായിപ്പോയി. ഇത്രയും വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചപ്പോൾ ചുറ്റുണ്ടായിരുന്നവർ വെറുതെ ഇരുന്നില്ല, സംസാരമായി. അപ്പോൾ US ഇതറിയാതെ സംഭവിച്ചപ്പോൾ ഒരു ആക്സിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ടങ്ങ് പറയാൻ പറ്റത്തില്ലോ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാന്നൊക്കെ. അതുകൊണ്ട് ഒരു ആക്സിഡന്റ് ആണ്, ഒരു മിസ് എക്സ്പ്ലോഷൻ ആയിരുന്നു ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഈ ഒരു ഇമ്പാക്ട് കണ്ടപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ വരികയാണ്. അതായത് 2 ഭാഗമായിട്ട് തിരിയുന്നു. ഒന്ന്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ബോംബ് ഉണ്ടാക്കിയിരിക്കുകയാണ്, ഇനി ആരുടെ ദേഹത്ത് ഇടണോ അത് നമ്മൾ ചൂസ് ചെയ്ത് പോയി ഇടേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ടീമും, ഈ ബോംബ് വീഴുന്ന സ്ഥലത്ത് എത്രമാത്രം ജീവനുകൾ പോകും അത്രയും ജീവന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡും. അപ്പം പോകുന്ന ജീവനേക്കാളും അവർ ഏറ്റവും കൂടുതൽ പേടിച്ചത് അതിൽ നിന്ന് പുറത്ത് വരുന്ന റേഡിയേഷനാണ്. ആൽഫ, ബീറ്റ തൊട്ട് ഗാമ റേസ് വരെ ഇതിൽ നിന്ന് പുറത്തു വന്നു. ഈ റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന പരിമിതി ഫലം എന്തായിരിക്കുമെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ആ ഒരു ഗ്രൗണ്ട് സീറോ അല്ലെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റ് നടന്ന ആ ഒരു സ്ഥലത്തിലേക്ക് ഇവർ ചെന്ന് നോക്കുന്ന സമയത്താണ് ടവറും ഇല്ല, ഒരു കോപ്പുമില്ല. പക്ഷേ നോക്കുമ്പോൾ എന്തോ പച്ച കളറിൽ ഗ്ലാസ് പീസസ് ഇങ്ങനെ തെറിച്ച് കിടക്കുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്നാൽ ഈ ഒരു എക്സ്പ്ലോഷൻ നടന്നപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്ന ഹീറ്റ് കാരണം അടിയിലുണ്ടായിരുന്ന കല്ലും മണലും എല്ലാം കൂടെ ഉരുകി ദ്രവിച്ച് ഒന്ന് ചേർന്ന് ഇതുപോലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് മെറ്റീരിയലായിട്ട് മാറുമായിരുന്നു. ട്രിനിറ്റി ടെസ്റ്റിന്റെ അവസാനം ഇവർക്ക് ബാക്കിയുണ്ടായിരുന്ന ഈ ഒരു ക്ലാസ്സിനെ ഇവർ ട്രിനിറ്റൈറ്റ് എന്ന പേരിട്ട് വിളിച്ചു. താൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സാധനം കൊണ്ട് എത്ര പേരുടെ ജീവനുകൾ പോകും എന്ന ഒരു വാസ്തവം ഇവിടെ വെച്ച് നമ്മുടെ ഓപ്പൻഹൈമർ തിരിച്ചറിയുന്നുണ്ട്. അത് അദ്ദേഹത്തിനെ വല്ലാണ്ട് ബാധിക്കുന്നു മാനസികമായിട്ട്. പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: Few people cried. Most people were silent. I remembered the line from the Hindu scripture, the Bhagavad Gita. Vishnu is trying to persuade the prince that he should do his duty, and to impress him takes on his multi-armed form and says, "Now I am become death, the destroyer of worlds." I suppose we all thought that one way or another. ഇവരുടെ ഈ ഒരു ട്രിനിറ്റി ടെസ്റ്റ് നടന്നത് ജൂലൈ 16. 20 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ യുറേനിയം ബോംബായിട്ടുള്ള ലിറ്റിൽ ബോയ് അവരിടുന്നു. വെടിമരുന്ന് TNT കണക്ക് നോക്കുകയാണെങ്കിൽ 15,000 ടണ്ണ് വരും. അത്രയും വലിയൊരു ബോംബാണ് ഹിരോഷിമയിൽ ഇട്ടത്. ഇത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞതും നാഗസാക്കിയിൽ ഫാറ്റ്മാനും പ്ലൂട്ടോണിയം ബോംബും അവരിടുന്നുണ്ട്. ഇതറിയാലോ, അതിനേക്കാളും പവർഫുൾ ആണ്. 20,000 ടൺ TNT പവറാണ് ഇതിനുള്ളത്. മൊത്തം ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആൾക്കാർ അതിൽ നിന്ന് മരിച്ചു വീണു. ഓഗസ്റ്റ് 9 രണ്ടാമത്തെ ബോംബും കൂടെ വീണ് കറക്റ്റ് 6 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങി. ഇങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിന് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നത് നമ്മുടെ റോബർട്ട് ഓപ്പൻഹൈമറാണ്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം നമ്മുടെ ഓപ്പൻഹൈമർ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി ഒരിക്കലും താൻ ഇന്ന പോലെ ഒരു ന്യൂക്ലിയർ ബോംബോ ഇതുപോലെ ഒരു സാധനവും ഇനി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. മനുഷ്യരാശിക്ക് ഇതൊട്ടും ആവശ്യമല്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ ന്യൂക്ലിയർ ബോംബ്സിനെല്ലാം എതിരെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടം തൊട്ടാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ തലകീഴായിട്ട് തിരിയുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? താൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന തന്റെ രാജ്യത്തെ ആളുകൾ പോലും തന്നെ രാജ്യദ്രോഹി എന്നും ചാരനെന്നും കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പേര് വിളിച്ച് തുടങ്ങാൻ തുടങ്ങി. അതിലേക്ക് അദ്ദേഹത്തിന് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതെല്ലാം തന്നെ ഈ ഒരു ചിത്രത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് ഞാനത് കൂടുതൽ പറഞ്ഞ് നിങ്ങളങ്ങനെ സ്പോയിൽ ചെയ്യുന്നില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ അപ്പുറത്തേക്ക് നടക്കുന്ന പല കാര്യങ്ങളും. ഇനി അല്ല അറിയാൻ ഭയങ്കര താല്പര്യമാണെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും അതിനെപ്പറ്റിയും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ വൈകാതെ തന്നെ ഓപ്പൻഹൈമർ റിലീസ് ചെയ്യുന്നുണ്ടാവും. പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിച്ച് നോക്കുക. IMAX ഇപ്പോൾ നിലവിലുള്ളത് ട്രിവാൻഡ്രം ലുലുവിൽ മാത്രമാണ്. വൈകാതെ തന്നെ കോയമ്പത്തൂരും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യും ബ്രോഡ്വേയുടെ വക. അത് പണ്ടേ തുറക്കേണ്ടതാണ്, എന്ത് ലീഗൽ ഇഷ്യൂസ് കാരണം ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. ബ്രോഡ്വേയിൽ ഏതാണ്ട് 9 സ്ക്രീൻ വരുന്നുണ്ട്. നോർമൽ സ്ക്രീൻ എല്ലാം തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ IMAX ഓപ്പൺ ചെയ്യാൻ എന്തോ ഡിലേ ഉണ്ട്. യോഗം ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പൻഹൈമർ റിലീസ് ആവുന്ന സമയത്തിന്റെ ഉള്ളിൽ തന്നെ IMAX ബ്രോഡ്വേയിലും സ്റ്റാർട്ട് ചെയ്യും. പറ്റുന്ന പക്ഷം IMAX-ൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക.